ഹായ് ഹലോ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ആൻഡ് വെൽക്കം ബാക്ക് ടു തനൂസ് ഡയറീസ്. അപ്പോൾ ഒത്തിരി നാളായി നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറച്ച് ഹെവി ഡ്യൂട്ടി ഷിഫ്റ്റും പിന്നെ കുറച്ച് തിരക്കൊക്കെ ആയത് കാരണം വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. സോ ഇന്ന് ഒരു സന്തോഷ വാർത്തയായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ സന്തോഷ വാർത്ത എന്താണെന്ന് ഞാൻ ഉടൻ തന്നെ പറയാം. അപ്പോൾ ഒട്ടും വെയിറ്റ് ചെയ്യണം, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ കട്ടായിപ്പോയ കാര്യം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് മോണിറ്റൈസേഷൻ ആയത്, പിന്നെ അത് കട്ടായിപ്പോയ വിവരങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ചാനൽ ഒത്തിരി കഷ്ടപ്പെട്ടാണ് വാച്ച് അവറൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ചാനൽ മോണിറ്റൈസ് ആയത്. പിന്നെ നമ്മളൊരു ഡെലിവറി ടൈമിലൊക്കെ നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാണ്ടായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്നറിയാമോ, കുറച്ച് ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ കിട്ടുന്ന കുറച്ച് കോമഡി വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. അതിന് അത്യാവശ്യം വ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മളിപ്പോൾ വേറൊരു മീഡിയയിൽ നിന്ന് എടുക്കുന്ന കോപ്പി റൈറ്റഡ് കണ്ടൻസ് ഒന്നും നമ്മൾ ഇതിന് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് യൂട്യൂബിലുണ്ട് കേട്ടോ. പക്ഷെ നമ്മളത് ചാനൽ ഓടിക്കാൻ കരുതി ചെയ്തതാണ്. പക്ഷെ അതെന്ത് ചെയ്തു, നമ്മുടെ ചാനലിനെ അത് ദോഷമായിട്ട് ബാധിച്ചു. അങ്ങനെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ കട്ടായിപ്പോയി കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ ആൾക്കാർ യൂസ് ചെയ്ത് അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ കണ്ടൻറ് എടുത്തിട്ട് നമ്മുടെ ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനെ അത് ദോഷമായിട്ട് ബാധിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കോമഡി വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അത്യാവശ്യം വ്യൂസ് ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ ചാനലിനെ അത് ദോഷമായിട്ട് ബാധിച്ചു. കുറേ തവണ അവർ ഓട്ടിച്ചാലും പിന്നെ നമ്മുടെ ചാനൽ അവർ റിവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ടൻറ് അല്ല എന്ന് ബോധ്യം വന്നാൽ ഉടനെ തന്നെ നമ്മുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ അവർ കട്ടാക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ കട്ടായി. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മൾ സ്വയമായിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, നമ്മുടെ കണ്ടന്റ് അനുസരിച്ചുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തു. ഒരു 3 days കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു റിവ്യൂ പറയാമെന്ന് പറഞ്ഞു. നമ്മളൊരു 3 days കഴിഞ്ഞിട്ട് നമുക്ക് ചാനൽ തിരിച്ചിട്ടില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇനി 3 months കഴിഞ്ഞിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, റീഅപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ 3 months കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചാനലിൽ നമ്മുടെ വാച്ച് അവർ 4000 വാച്ച് അവർ ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇൻ കേസ് ആ ഒരു വർഷം നമ്മുടെ വാച്ച് അവർ കംപ്ലീറ്റ് ആയില്ല, അല്ലെങ്കിൽ നമ്മുടെ നേരത്തെയുള്ള വാച്ച് അവറിൽ നിന്ന് ഓരോ വർഷമാകുമ്പോഴും കട്ടാവുമല്ലോ, ഓരോ വർഷത്തെ വാച്ച് അവറും കട്ടായി പോവും. സോ അങ്ങനെ നമ്മുടെ വാച്ച് അവർ കുറവാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഒന്നേന്ന് നമ്മുടെ ആ ഒരു വാച്ച് അവേഴ്സ് കണ്ടെത്തണം. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്. അതുപോലെ തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ കട്ടായപ്പോഴത്തേക്കും നമ്മൾ ആ വാച്ച് അവേഴ്സ് കുറേ അധികം ഒരു 1200ഓളം വാച്ച് അവേഴ്സ് നമുക്ക് നഷ്ടമായിപ്പോയി. പിന്നെ നമ്മളത് പുതുതായിട്ട് കണ്ടെത്തണമായിരുന്നു. പിന്നെ നമ്മൾ നിരന്തരം നമ്മുടെ ഈ DME എക്സാമിൻ്റെ വീഡിയോസ്, അതിൻ്റെ ഇൻ്റർവ്യൂ വീഡിയോസ്, ഇതിലൂടെയൊക്കെ നമുക്ക് അതിൻ്റെ വാച്ച് അവർ തിരിച്ച് കിട്ടി. അത് ഒരു 3 monthsനെക്കാട്ടിയും കൂടുതൽ ടൈം എടുത്തു കേട്ടോ ഈ വാച്ച് അവർ തിരിച്ച് കയറാൻ വേണ്ടിയിട്ട്. ഒത്തിരി ടൈം എടുത്ത്, ഒത്തിരി എഫേർട്ട് എടുത്ത് പിന്നെ ആ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ആ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഒന്നേന്ന് റീഅപ്ലൈ ചെയ്തിട്ട് നമുക്കിവിടെ മോണിറ്റൈസേഷൻ തിരിച്ചിട്ടത് കേട്ടോ. അപ്പോൾ ഞാനിത് ഷെയർ ചെയ്യാനുള്ള കാര്യം, നമുക്കിപ്പം ഒരുപാട് യൂട്യൂബ് ചാനൽസ് കട്ടായി പോയിട്ടുണ്ട്, മോണിറ്റൈസേഷൻ കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആരും വിഷമിക്കണ്ട. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള കണ്ടൻറ് ഇട്ടിട്ട് ആ വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ഒന്നുകൂടെ റീഅപ്ലൈ ചെയ്താൽ പിന്നെ അവർ കറക്റ്റായിട്ട് നമ്മുടെ ചാനൽ മൊത്തം റിവ്യൂ ചെയ്യും. എന്തെങ്കിലും കോപ്പിറൈറ്റ് കണ്ടൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെല്ലാം ഡിലീറ്റ് ആക്കും. ആ വീഡിയോസൊന്നും നമുക്ക് പിന്നെ ഈ ചാനലിൽ കാണത്തില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം അവർ അൺലിസ്റ്റ് ചെയ്യും. പിന്നെ എല്ലാം ചെക്ക് ചെയ്ത് തറവായി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് അവർ ചാനൽ തിരിച്ചു തരിക. അപ്പോൾ നമുക്കിപ്പം ആരുടെയെങ്കിലും ചാനൽ കട്ടായി പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കുകയൊന്നും വേണ്ട. നമ്മൾ കറക്റ്റായിട്ട് ആ വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ റീഅപ്ലൈ ചെയ്താൽ നമുക്ക് ചാനൽ തിരിച്ചു കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത് നമ്മളൊരു എഫേർട്ട് എടുത്തിട്ട് നമ്മുടെ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടിയെന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട് നിങ്ങളുമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഇനി ഒന്നുകൂടെ നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷണത്തിന് മുതിരുന്നില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള കണ്ടൻറ്റ് വീഡിയോസ് ഇട്ട് തന്നെ മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നമ്മുടെ പഴയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആശംസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ, സീ യു അഗെയിൻ.